നമസ്കാരം. ഈയിടെ ഒരു വീട്ടിൽ പോവുകയുണ്ടായി. ഞാന് പോയപ്പോ അവിടെ ആകപ്പാടെ ഒരു ശ്മശാന മൂകത. ആരും മിണ്ടുന്നില്ല, ആരും ചിരിക്കുന്നില്ല. ആകപ്പാടെ ഭയങ്കര ടെൻഷൻ നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ. ഞാൻ വിചാരിച്ചു ഇവിടെ സാരമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായേ അവിടെ ഒരു 10ാം ക്ലാസ്സുകാരിക്ക് പരീക്ഷ അടുക്കുന്നു. അതുകൊണ്ട് ആകെപ്പാടെ ഒരു ഭീകരാന്തരീക്ഷം തന്നെ വീട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ പതുക്കെ സംസാരിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായി ഈ മോഡൽ പരീക്ഷയ്ക്ക് അത്ര കണ്ട് നല്ല അവരുദ്ദേശിച്ചതിനോളം നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് വീടാകെ ഒരുപാട് പിരിമുറുക്കത്തിൽ ടെൻഷനിലിരിക്കുകയാണ്. അപ്പം ആ കുട്ടിയുടെ മേൽ എന്തുമാത്രം പ്രഷർ ഇതുകൊണ്ട് ഉണ്ടാക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് പരീക്ഷാ കാലമാണ്. 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്കായിട്ട് ചെറിയ ചില ടിപ്സ് ഞാൻ ഈ ഒരു വെളിച്ചത്തിൽ തരാം എന്നുദ്ദേശിച്ചു. പരീക്ഷകൾ നേരിടുന്നതിന് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ടെക്നീക്കുണ്ട്, അവരവരുടേതായിട്ടുള്ള ശരിയും തെറ്റുമുണ്ട്. എങ്കിൽ പോലും പല പരീക്ഷകൾ എഴുതിയ ഒരു അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം പേരൻസ്, അച്ഛനമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകളുടെ ഭാരം അവരുടെ മേൽ ഏൽപ്പിക്കാതിരിക്കുക. ഓരോ കുട്ടിയും യുണീക്കാണ്. ഓരോ കുട്ടിക്കും എന്ത് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് ഉള്ളിൽ നിന്ന് അവർ പഠിക്കട്ടെ. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിക്കട്ടെ, താല്പര്യമുള്ള രീതിയിൽ പഠിക്കട്ടെ. നമ്മുടെ പ്രതീക്ഷകളുടെ ഭാരം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അവർക്ക് ഭാരം കൂടും. പക്ഷെ അവരുടെ ഔട്ട്പുട്ട്, അതായത് പരീക്ഷയ്ക്ക് വരാവുന്ന അവരുടെ റിസൾട്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത്ര അവർക്ക് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വീട്ടിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു ശാന്തമായ പഠനമുറി അവർക്ക് കൊടുക്കണം, നല്ല ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കണം. പക്ഷെ ഇത്തരത്തിൽ എന്തോ കുട്ടി ഒരു യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു നിർമ്മിതി അല്ലെങ്കിൽ മൊത്തത്തിൽ അത്തരത്തിൽ വീടിനെ ആക്കിയെടുക്കുക എന്നുള്ളത് ഒരു ശരിയായ കാര്യമല്ല. വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ കുട്ടി ഇരിക്കട്ടെ. പിന്നെ ഇനി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വർഷം തുടങ്ങുമ്പോൾ മുതൽ തന്നെ പഠിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മുടെ പ്രിപ്പറേഷൻ എത്ര നല്ലതാണോ അത്രയും നമുക്ക് ടെൻഷൻ കുറഞ്ഞിരിക്കും. അപ്പൊ ആദ്യം മുതൽ പഠിക്കുക, കുറേശ്ശെ കുറേശ്ശെ പഠിക്കുക, കുറേശ്ശെ കുറേശ്ശെ ഓർത്തു നോക്കുക. ഈ ഓർത്തു നോക്കൽ വളരെ പ്രധാനമാണ്. സംസ്കൃതത്തിൽ പറയുന്നത് പഠനം, മനനം, ചിന്തൻ. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഓർത്തു നോക്കുന്ന പ്രക്രിയയാണ് വളരെ പ്രധാനം. അതിനാണ് നമ്മൾ പരീക്ഷകൾ എഴുതി നോക്കണം, അല്ലെ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് എഴുതി നോക്കണം. തീരെ ഓർമ്മ കിട്ടാത്ത സംഗതികൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കണം. ഇത് ഏറ്റവും വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വിജയസാധ്യതയുള്ള ഒരു പഠന രീതിയാണ്. പലപ്പോഴും നമ്മൾ പഠിക്കും, നമുക്ക് ശരിയായി എന്ന് തോന്നും, നമ്മൾ മാറ്റിവെക്കും, നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ഓർത്തെടുത്ത് നോക്കുക, എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് പ്രയാസമുള്ള ഇക്വേഷൻസ്, പ്രയാസമുള്ള സംഗതികളൊക്കെ എഴുതി വെക്കുന്ന ഒരു രീതി പലരും അവലംബിച്ച് കാണാറുണ്ട്. അത് നല്ലൊരു രീതിയാണ്. ചെറിയ ചെറിയ നുറുങ്ങുകളായിട്ട് പ്രയാസമുള്ള പാഠഭാഗങ്ങൾ എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോകാൻ നേരം അത് നോക്കാൻ പറ്റും. ഇതിനപ്പുറത്തോട്ടായിട്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ദിവസങ്ങളിൽ ഒരുപാട് ഇങ്ങനെ ആടി ആടി ആകെ ടെൻഷൻ അടിച്ച് പിരിമുറുക്കത്തോടെ ഒരുപാട് കുത്തി നിറച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദഹിക്കാവുന്ന രീതിയിൽ മാത്രമേ പഠിക്കാവൂ. പഠിച്ച പാഠഭാഗങ്ങൾ റിവൈസ് എന്നാണ് പരീക്ഷാകാലം എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മുടെ തലയിലോട്ട് കയറാത്ത ഒരു അവസ്ഥ വരുമ്പോ എന്ത് ചെയ്യണം? വീണ്ടും അവിടെ തന്നെ കുത്തിയിരിക്കണോ? അല്ല. ഏറ്റവും നല്ലത് ഒന്ന് എണീറ്റ് നടക്കുക, ഒരു പന്തൊന്ന് തട്ടുക, അല്ലെങ്കിൽ ഒരു ചെറിയ വ്യായാമം, അല്ലെങ്കിൽ ഒരു ചെറിയ കളി ഇതിൽ ഏർപ്പെടുക. ഇതെല്ലാം വളരെ മെമ്മറി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം പോയി TV കാണുന്ന ആയിരിക്കില്ല നല്ലത്.
ചെറിയൊരു ശാരീരിക ആയാസം വരുന്ന ഒരു കളിയിലോ അല്ലെങ്കിൽ ഒരു വ്യായാമത്തിലോ ഏർപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് അടുത്ത കുറച്ച് മണിക്കൂറുകളിലെ പഠനം മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഉറക്കം വളരെ പ്രധാനമാണ്. ഈ പഠിച്ച പാഠഭാഗങ്ങൾ അസിമിലേറ്റ് ആകണമെങ്കിൽ, തലച്ചോറിൽ സ്ഥിരമായി നിൽക്കണമെങ്കിൽ ഉറക്കം സുപ്രധാനമാണ്. ചുരുങ്ങിയത് 6-7 മണിക്കൂറെങ്കിലും കുട്ടികൾ പരീക്ഷാ സമയത്ത് ഉറങ്ങണം. അത്രയും ഉറങ്ങാൻ മാതാപിതാക്കൾ അവരെ അനുവദിക്കണം. ഭക്ഷണക്കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് മധുരമുള്ള പാനീയങ്ങൾ, മധുരമുള്ള പദാർത്ഥങ്ങൾ, ഒരുപാട് പഞ്ചസാര അടങ്ങിയ സംഗതികളൊക്കെ ഉപയോഗിച്ചാൽ ഫോക്കസ്, അതായത് കോൺസെൻട്രേഷൻ അല്ലെ ശ്രദ്ധ നിൽക്കുന്നത് കുറവാണ് എന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളമായിട്ട് പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും, പെട്ടെന്ന് പരീക്ഷയാവുമ്പോൾ പച്ചക്കറിയും പയർവർഗ്ഗങ്ങളും ഒന്നും കഴിച്ചു തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ആദ്യം മുതൽക്കേ അതൊരു ശീലമാക്കുക. കുറച്ച് നട്ട്സ്, അങ്ങനത്തെ നല്ല ആരോഗ്യകരമായ ഭക്ഷണം വളരെ പ്രധാനമാണ്. ഇട ദിവസങ്ങളിൽ ദഹിക്കാൻ പ്രയാസമുള്ള ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് കുഴപ്പമുണ്ടാക്കരുത്, അതും പ്രത്യേകം പറയട്ടെ. അപ്പോൾ പരീക്ഷയെ വലിയൊരു ജീവൻ മരണ പോരാട്ട പ്രശ്നമായിട്ട് കണക്കാക്കരുത്. പരീക്ഷ ഇപ്പോഴുണ്ട്, ഇനിയും പരീക്ഷകൾ വരും. അതൊരു ജീവിതാന്ത്യമല്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് ചീത്ത എന്ന് സീലടിച്ച് തരംതിരിക്കാവുന്ന ഒരു സംഭവമല്ല പരീക്ഷ. പരീക്ഷ അതിനെ ആ പ്രാധാന്യത്തോടെ മാത്രം കാണുക, അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക. മാനസിക പിരിമുറുക്കം കൂടുന്തോറും നിങ്ങളുടെ പെർഫോമൻസ് കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ബേസ് ലൈൻ ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവും പരീക്ഷയുടെ സമയത്ത്. അത് നല്ലതാണ്, അത് വേഗം പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. പക്ഷേ ഒരു കുട്ടിക്ക് തീരെ ഉറക്കം വരുന്നില്ല, ഞാൻ നാളെ മുതൽ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറയുക, അല്ലെങ്കിൽ കഠിനമായ തലവേദന, ശാരീരികമായ അസ്വസ്ഥതകൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒരു വൈദ്യസഹായം കൂടി തേടേണ്ടതാണ്. അപ്പൊ പരീക്ഷയെ യാതൊരു പേടിയുമില്ലാതെ നേരിടുക. ബെസ്റ്റ് ഓഫ് ലക്ക്.